കുറച്ചു കാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം തുടങ്ങിയിട്ട്. അയ്യോ അയാൾക്ക് ഭ്രാന്താണ്. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ആളുകൾ എന്തിനാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്ത മുറി അടച്ചിട്ട് മണി മുട്ടി പ്രാർത്ഥന തുടങ്ങിയ ആളുകൾ ചിരിക്കാണ്ടിരിക്കോ? മുഖ്യമന്ത്രി മൈക്ക് കയ്യിലെടുത്തതും ഇറങ്ങിയോടിയ സദസ്സല്ലിത്. ഗോവിന്ദന്റെ ഭാഷയിൽ പറഞ്ഞാൽ AI, അയ്യപ്പൻ ഇമ്പാക്ട്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. ഗോവിന്ദന്റെ അപ്പക്കച്ചവടം പോലെയാണെന്ന് കരുതി ഇറങ്ങിയതാണ്. പണി പാളിപ്പോയി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. AC ഹാളില്ല, പണത്തൂക്കം നോക്കി പ്രത്യേക ഡയമണ്ട് കാർഡുമില്ല, ആഡംബര ഹോട്ടലുകളിൽ താമസവുമില്ല, തട്ടുപൊളിപ്പൻ ഗാനമേളയുടെ അകമ്പടിയുമില്ല. യഥാർത്ഥ അയ്യപ്പ ഭക്ത സംഗമം. സത്യം പറയാലോ, ഒഴുകിയെത്തിയ ഭക്തസാഗരം കണ്ട് പിണറായിയുടെയും ഗോവിന്ദന്റെയും കണ്ണ് തള്ളിപ്പോയി. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. 5000-ലേറെ പേർ പങ്കെടുക്കുമെന്ന് പറഞ്ഞതാണ്. 623 പേർക്ക് വേണ്ടി പുട്ടും കടലയും ഉണ്ടാക്കാൻ 7 കോടി വെറുതെ കളഞ്ഞു. എന്തോരം ടൂറടിക്കേണ്ട കാശായിരുന്നു. 1450 രൂപ 50 വയസ്സുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാം. 1450 രൂപ 50 വയസ്സുണ്ടെങ്കിൽ എന്തോ ഒരു ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നാം. എന്താട്ടാ? യുവതി പ്രവേശനത്തിന് ഒരുമ്പെട്ടിറങ്ങിയപ്പോൾ ഹൈന്ദവ വിശ്വാസികളുടെ ശക്തി അറിഞ്ഞ പെണ്ണുങ്ങളെയും കൊണ്ട് ഓടിയവരാണ് ഇപ്പോൾ ഹൈന്ദവരുടെ സംരക്ഷണം അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നത്. ഗോപിയേട്ടൻ നിരീശ്വരവാദിയായിരുന്നല്ലോ. ശപിക്കപ്പെട്ട ആ ഇരുണ്ട കാലഘട്ടത്തെ പറ്റി എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കൂ രാമു. കർമ്മകാണ്ഡങ്ങളുടെ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴേ ആ ലോകനാഥന്റെ സാന്നിധ്യം നമ്മൾ അറിയൂ. എന്നിട്ട് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ സെഷനിലും ആള് വേണമെന്നാണോ കരുതുന്നത് എന്ന ഉളുപ്പില്ലാത്ത ന്യായീകരണം. വേണ്ടേ അണ്ണ, ഒന്നുമില്ലെങ്കിലും പരസ്യമായി പിണറായി വിജയൻ ഭഗവത്ഗീത ഉദ്ധരിക്കുന്നത് കേൾക്കാൻ ആ രഹ്ന ഫാത്തിമയോ ബിന്ദു അമ്മണിക്കെങ്കിലും വരായിരുന്നു. കല്ലും മുള്ളും കാലിക്കുമെത്ത. അയ്യപ്പന്റെ കഥയിൽ കുറെ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അമേരിക്കയിലായിരുന്നുകൊണ്ട് അതിനെ പറ്റിയുള്ള ഒരു ധാരണ. ഞാനൊരു പാർട്ട് ടൈം ഭക്തനായ മതി എന്നാണോ? എന്നിട്ട് ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച അയ്യപ്പ സംരക്ഷണ സംഗമം പാളിപ്പോയെന്ന ക്യാപ്സ്യൂൾ വിഴുങ്ങി സ്വയം നിർവൃതി അടയുകയാണ് ഇപ്പോൾ ഈ ടീംസ്. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? സംഘപരിവാറിന്റെ പന്തളം സംഗമത്തിൽ സെമിനാർ നടന്നത് ഒഴിഞ്ഞ സദസ്സിൽ എന്നതാണ് കണ്ടുപിടുത്തം. അണ്ണാ, അത് കണ്ട് ജനങ്ങൾ നല്ല കണ്ണ് നിറച്ച് കണ്ടു. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ. ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ? അത് ഡ്യൂപ്ലിക്കേറ്റ് ടീംസ് അല്ല കേട്ടോ, യഥാർത്ഥ അയ്യപ്പ ഭക്തർ ചോദിക്കുന്നതാണ്. പൈസ മോട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ കാരണം. അയ്യപ്പനെ വിളിച്ച കേട്ടോ, അങ്ങനെയാണോ ചെയ്യേണ്ടത്? രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടെ ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കാനുള്ള ഒരു പാഴ്ശ്രമം മാത്രമാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോ മുഷ്ടി ചുരുട്ടി വിളിച്ചാട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ.